മീനെ പൊക്കി കാണിച്ചാ നമ്മൾ പിടിച്ച മീനാണ്. ബടി എവിടെ പോണ്? എവിടെ പോണ്? ആലപ്പുഴ. നേരെ പറ, നേരെ പറ. അപ്പൊ നമ്മളിത് പുതിയൊരു ടൂറുമായിട്ട് ആലപ്പുഴയിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ പോവാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ നമ്മളെ കൊണ്ടുപോകുന്ന ടീം അങ്ങ് വാമനപുരത്ത് നിന്ന് തിരിച്ചിട്ടേ ഉള്ളൂ. അവര് ഏകദേശം ഇങ്ങ് എത്താറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ആദ്യം സ്കൂട്ടി പോകാന്ന് വിചാരിച്ച, പിന്നെ വിചാരിച്ച അമ്മയുടെ കൂടെ നടക്കാന്ന്. അപ്പൊ കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്ക് ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ ഓട്ടോയിൽ കയറി ഇറങ്ങി നമ്മൾ എന്തായാലും അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ടീമും അവിടെ എത്തിക്കഴിഞ്ഞു. ഈ അടുത്തിടയ്ക്ക് കല്യാണം കഴിഞ്ഞ ഒരു കപ്പിളിന്റെ ഹണിമൂൺ ട്രിപ്പ് കോളാക്കാനാണ് നമ്മൾ എല്ലാവരും കൂടി പോകുന്നത് കേട്ടോ. നമ്മുടെ മിഥുന സിനിമ പോലെ ഇപ്പൊ കണ്ടില്ലേ, അതാണ് നമ്മുടെ കപ്പിൾ. പിടിക്കാൻ പോവാ. നിങ്ങൾക്ക് ആർക്കും കാണാനൊന്നും വയ്യല്ല. കഴിഞ്ഞ കൊടൈക്കനാൽ ടൂറിന്റെ രണ്ടാമത്തെ പാട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് തുടക്കാൻ വന്നതാണ് കേട്ടോ അണ്ണൻ. പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതവർ കണ്ടില്ല. നിങ്ങളും കണ്ടിട്ടില്ലെങ്കിൽ 1ഉം 2ഉം ഒക്കെ ഒന്ന് പോയി കാണണേ. നമ്മൾ രാവിലെ 8 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അവിടെ എത്തിയപ്പോഴത്തേക്ക് വിശന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് പേര് അമ്പാടി പൂരിയും കഴിച്ചു, ഞാൻ മസാല ദോശയും കഴിച്ചു കേട്ടോ. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ അമ്പാടി ഏറ്റവും ബാക്ക് സീറ്റിലും ഞാൻ അതിന് മുമ്പിലത്തെ സീറ്റിലുമാണ് ഇരുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കി ചിരിക്കാണ് കേട്ടോ. അവ ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതിർത്തി കടന്ന് ആലപ്പുഴയിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് എന്തായാലും യാത്രയിൽ എന്താണ് മെയിൻ, നമ്മുടെ ഡാൻസ് ആണല്ലേ. എന്തായാലും തുള്ളലില്ലാതെ ഒരു ടൂറും ഇല്ല. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി. നമ്മുടെ നവവധുവായ ഉർവശിക്ക് മാത്രമേ ഇറങ്ങാൻ വയ്യാട്ടാ. അങ്ങനെ ബാക്കിലിരുന്ന് അമ്മയും അച്ഛനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എണീക്ക് കളിക്കാൻ എന്നൊക്കെ. പക്ഷേ എന്ത് ചെയ്യാം, അവളുടെ പേര് അപർണയെന്നാണ്. ഉർവശിന്ന് ഇട്ടത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പം മിഥുനം സിനിമ പോലെയാണല്ലോ പോകുന്നത്, അതുകൊണ്ടാണ്. അങ്ങനെ അവസാനം പിടിമലി നടത്തിയിട്ടാണെങ്കിലും എണീപ്പിച്ച് ഡാൻസ് കളിപ്പിച്ച് കേട്ടോ. ഡാൻസ് കളിക്കാനൊക്കെ താല്പര്യമൊക്കെയാണ്, എന്നാലും ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു കേട്ടോ, അതാണ് എണീക്കാത്തത്. അപ്പം നമ്മൾ ഏകദേശം എത്താറായി. നമ്മളങ്ങനെ എത്തി കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ എന്തായാലും ഹൗസ് ബോട്ടിലാണല്ലോ സ്റ്റേ, അതുകൊണ്ട് ബാഗും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്നിട്ട് നമ്മൾ നേരെ ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് അറിയത്തില്ല, അപ്പം അവിടെ നിന്ന് ഒരാൾ വരും, ആൾ വന്ന് നമ്മളെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഒക്കെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എൻ്റെ പുത്രനാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ആൾ വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. കുറച്ച് ദൂരം അവിടെ നിന്ന് നടക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം ഹൗസ് ബോട്ടുകളാണ്. ചിലതിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, ചിലതിലൊക്കെ ആൾക്കാരൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരൊക്കെ വരുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ട് എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങി കേട്ടോ. അടുത്തരായിട്ട് കയറുകയാണ്. അമ്മേ ചെരുപ്പ്. ഇതാണ് കേട്ടോ ബോട്ടിൻ്റെ ഉൾവശം. അപ്പോൾ കയറുന്ന വശത്ത് തന്നെ ഈ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ TV ഉണ്ട്. നമ്മൾ TV ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ആര് പറഞ്ഞ് വാ? ഇല്ല, അമ്മ നോക്കട്ടടാ. ഞാൻ എല്ലാം നോക്കി. താഴെ 3 റൂം, മുകളിൽ 1 റൂമാണ് കേട്ടോ ഉള്ളത്. ആ ഡോറ് തുറന്ന് അകത്തോട്ട് പോകുന്നത് കിച്ചണാണ് കേട്ടോ. ബെഡ്റൂം എല്ലാം നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. നല്ല
ആയിട്ടുള്ള റൂമുകളാണ് കേട്ടോ, അടിപൊളി റൂമുകളാണ്. ബാത്റൂം ആയാലും നല്ല സൂപ്പറാണ്, നല്ല നീറ്റായിട്ടുള്ളതായിരുന്നു കേട്ടോ എല്ലാം. അങ്ങനെ ഇതാണ് കിച്ചൻ്റെ പുറത്തുകൂടെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയാണ് അവർ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ കോമൺ ആയിട്ടൊരു വാഷ് ബേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഓരോ റൂമിലും ഇതുപോലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ, ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ എല്ലാ റൂമിലും ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിനി മുകളിലേക്ക് പോകാം, മുകളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമേ. അത് അവിടെ എടുത്ത് വെച്ചടി. നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കോമൺ ആയിട്ടുള്ളൊരു വാഷ് ബേസും അതുപോലെ തന്നെ ഒരു ബാത്റൂമും ഉണ്ട്. പക്ഷേ ആ ബാത്റൂം ലോക്കായിരുന്നു, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അടുത്തത് ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആണുങ്ങളെടുത്ത ബെഡ്റൂം. അപ്പോൾ അവരെല്ലാവരും ഇവിടെയാണ് കിടന്നത്. നമ്മൾ 3 റൂമിലായിട്ട് താഴെ ബാക്കി ലേഡീസ് എല്ലാവരും കൂടെ അവിടെയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ റൂം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അവിടെ ഒരു ടേബിളും ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊരു ഇങ്ങനൊരു സെറ്റപ്പാണ്. ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന് വ്യൂസ് എല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും. അമ്പാടി ഇവിടെ നിന്ന് തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. തണുപ്പുണ്ടല്ലേ. സെൻറ്ററിലായിട്ട് ഇതുപോലെ നീണ്ട ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പുറം ഇപ്പുറം ചെയർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വശത്തുമായിട്ട് ഇതുപോലെ ചെയർ, നമ്മുടെ സെറ്റി പോലത്തെ സംഭവമില്ലേ അത് നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം, അതിനകത്ത് കിടക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ഇത് നേരെ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ കയറി വന്ന ഭാഗമില്ല, ആ റോഡ് അവിടെയാണ് കേട്ടോ, ഫ്രണ്ടാണിത്. അങ്ങനെ ഇവിടെ നിന്നാലും കാഴ്ചകൾ കാണാം, അപ്പുറത്ത് നിന്നാലും കാഴ്ചകൾ കാണാം. എന്ത് കടലല്ല, അത് കായലാണ്. പിള്ളേർക്കൊക്കെ അത് കടലാണോ ഇനി കായലാണോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. സൂക്ഷിച്ചിറങ്ങി. അങ്ങനെ ഞാൻ വന്ന വഴിയെ തിരിച്ച് താഴേക്ക് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ ഇനി നമ്മുടെ റൂമിലേക്ക് പോയി നോക്കാം. അങ്ങനെ റൂമിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഭയങ്കര ബഹളം, 3 പേരും എന്തിനോ ഉള്ള പുറപ്പാടിലാണ് കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, അത് ഇങ്ങോട്ട് ഉറങ്ങണതാണ് അല്ലേടാ. അപ്പോൾ ഇതേ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാനാട്ടോ. കയറൊക്കെ അഴിച്ചു മാറ്റാണ് ഇവിടെ. ബോട്ടിലെ ഡ്രൈവർ കയറി. ബോട്ടിലെ ഡ്രൈവറിന് പറയുന്ന പേരെന്താ എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായി. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണുകയാണ് കേട്ടോ. ഒരുപാട് ബോട്ട് അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അതിൽ ഓപ്പോസിറ്റ് വരുന്ന ഒരു ബോട്ടിന് ഹായ് കൊടുക്കാൻ നോക്കുകയാണ്. അവര് ഭയങ്കര ജാട ടീമുകളോടെ കണ്ട വീടുകളാണല്ലേ.
നമ്മളിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് തുണി അലക്കൊണ്ടിരുന്ന അമ്മച്ചി ഹായൊക്കെ കൊടുത്തു. അമ്മച്ചി തിരിച്ച് ഹായൊക്കെ തന്നായിരുന്നു കേട്ടോ. അപ്പൊ അവരൊക്കെ നല്ല ഹാപ്പിയാണ്. അവരുടെ ആ ഒരു ജീവിതമൊക്കെ അങ്ങനെയാണെങ്കിൽ പോലും. പക്ഷെ ആ വെള്ളം കയറി കിടക്കുന്ന വീട് ആൾതാമസമൊന്നും ഇല്ലാത്ത വീടാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മൾ അകത്തേക്ക് കയറി, പിന്നെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ആയിരുന്നു കേട്ടോ. പിള്ളേരെല്ലാവരും ഡാൻസ് തുടങ്ങി. അതിൻ്റെ കൂടെ നമ്മളും ഇറങ്ങി. ആദ്യമൊക്കെ ഇറങ്ങാൻ മടിച്ചവരെയൊക്കെ പിന്നീട് വലിച്ചഴച്ചൊക്കെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ചു കേട്ടോ. അവസാനം അടങ്ങി ഒതുങ്ങിയിരുന്ന മാമിയെ വരെ കളിപ്പിക്കാൻ നോക്കി, പക്ഷെ മാമി കളിച്ചില്ല കേട്ടോ. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്കുള്ള ഊണ് റെഡിയായി. ഫുഡിന്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പൊ അത് കാണാനില്ല. എന്തായാലും ഫോട്ടോ ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ കൂട്ടാനൊക്കെ. പിന്നെ കറിയായിട്ട് സാമ്പാറും പുളിശ്ശേരി ആയിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി കൂട്ടാനൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. കഴിക്കേ അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നല്ല ഊണായിരുന്നു കേട്ടോ. ഇങ്ങനെ റൗണ്ട് ചെയ്ത് അങ്ങോട്ടൊക്കെ കാണിച്ചോ. കരയാണെന്ന് അറിയരുതേ, അങ്ങോട്ടൊക്കെ മാത്രം മതി. അത്രയും മതി. എൻ്റെ സത്യസന്ധത എന്നോട് കള്ളം പറയാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്. ആദ്യം ആരെ അറിയിക്കേണ്ട, ഞാൻ ഓടിക്കുന്നത് തന്നെയാണെന്ന് വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അത് ഞാൻ മാറ്റിപ്പിടിച്ചു. ഇത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമായപ്പോഴത്തേക്ക് അവിടെ നിർത്തിയിട്ടതാണ് കേട്ടോ. എവിടെ ഇവിടെ നിറച്ചും പരുന്തുകളാണ് കേട്ടോ. പരുന്തുകൾ ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് താഴെ വന്ന് മുട്ടിപ്പോകുന്നത് മീൻ കൊത്തിയെടുത്തോണ്ട് പോകുന്നതായിരിക്കും അല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിള്ളേർ സെറ്റ് വീണ്ടും ഡാൻസ് തുടങ്ങി കേട്ടോ. അതിന്റെ കൂടെ ഞാനും ഒന്നും ജോയിൻ ചെയ്ത് ഓളമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് പേടിയുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ ഈ സ്പീഡ് ബോട്ടിൽ. കാണുമ്പോൾ തന്നെ പേടിയാണ്, പക്ഷെ ഇതിൽ വരെ ഞാൻ ലാസ്റ്റ് കയറി. ഞങ്ങൾ കയറിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫോൺ കൊണ്ടുപോകാനൊരു പേടിയായിരുന്നു, വെള്ളത്തിൽ വീണു പോകുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കാരണം നമ്മൾ ഫോണൊന്നും കൊണ്ടുപോയില്ല. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പേടിച്ച് വിറച്ച് കൂവ് വിളിച്ചെങ്കിലും അത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ നല്ല മഴ പെയ്തായിരുന്നു അപ്പോഴേ. അപ്പം മഴയും ഉള്ളതും മഴ ഇല്ലാത്തതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ലൊരു സ്പീഡുള്ള ചേട്ടനും സൂപ്പറായിരുന്നു, നമ്മളെ വീഴ്ത്താതെ കൊണ്ടെത്തിച്ചു കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഞാനൊരു ഡ്രോയിങ് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഡ്രോയിങ് ചെയ്യാതെ പോയത് അതൊരു മോശമല്ലേ. അങ്ങനെ ഞാൻ സാധന സാമഗ്രികളൊക്കെ കൊണ്ടാണ് വന്നത്. എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് പടമൊക്കെ വരച്ചു. അങ്ങനെ ഇതാണ് കേട്ടോ ഫൈനൽ. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ചായയും കടിയൊക്കെ കിട്ടി കേട്ടോ. കടിയായിട്ട് ഏത്തക്കപ്പാണ് കേട്ടോ. നമ്മളതൊക്കെ കഴിച്ചു. ഇനി നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. നമ്മളെത്തി ഗൈസ്. അങ്ങനെ 5 മണിയായപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ട്രിപ്പ് അവസാനിച്ചു കേട്ടോ. അപ്പൊ 5 മണി വരെയാണ് അവരുടെ സമയം. അങ്ങനെ എത്തി. ഇത് നമ്മുടെ വീഡിയോഗ്രാഫർ അമ്പാടിയുടെ ഒരു ചെറിയ പ്രഹസനമാണ് കേട്ടോ. അമ്പാടിയുടെ പ്രഹസനമൊക്കെ കഴിഞ്ഞിട്ട് ദേ ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഹായ് പറയാൻ വേണ്ടിയപ്പോൾ ഹായൊക്കെ പറഞ്ഞിട്ട് ദേ നാക്ക് നീട്ടി കാണിക്കുകയാണ്. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ കരക്കടിപ്പിച്ചല്ലോ. ഇനി നമ്മൾ കുറച്ച് നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറി, ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ മാറിയായിരുന്നു. കാരണം സ്പീഡ് ബോട്ട് കയറിയപ്പോഴത്തേക്കും ഫുൾ നനഞ്ഞു, മഴ പെയ്തു, അങ്ങനെ നനഞ്ഞു. അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മളൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണേ. അങ്ങനെ നമ്മൾ നടന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ വീടുമാണ് കേട്ടോ. വീട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ വീണ്ടും കായലാണ് വരുന്നത്. നമുക്ക് ഈ തിരുവനന്തപുരം കൊല്ലംകാർക്കൊക്കെ ഇതൊക്കെ പുതുമയായിരിക്കും. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ എന്താണ് എന്നും കാണുന്നതും അവർ ജീവിച്ച് വളർന്ന ആ ഒരു സ്ഥലവുമാണ്. അതുകൊണ്ട് അവർക്ക് എന്നും കാണുന്ന കാഴ്ചകളായിരിക്കും.
ഞങ്ങളങ്ങനെ നടന്ന് വന്നപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ നിന്ന് മീൻ പിടിക്കുന്നത് കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങളും അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. കൊച്ചു കുട്ടികളാണ് കേട്ടോ. 2 ആൺകുട്ടികളും ഉണ്ട്, ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നു, ചേച്ചിയുണ്ട്, ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ നിന്ന് മീൻ പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഈ മീനെ കിട്ടിയിട്ട് ചെറിയ മീനാണ്, ഈ മീനെ കിട്ടിയിട്ട് കറി വയ്ക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുകയാണ് കറി വയ്ക്കത്തില്ല, വറുക്കാനാ, അത്രയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ്ട് ഇതാണ് മീനുകൾ, കുറച്ചേ ഉള്ളൂ, കുഞ്ഞു മീനുകളാണ്, പക്ഷെ അവർ ഒരുപാട് പിടിക്കുന്നുണ്ട് അവിടെ. അത് അത്രയും ഭാഗത്തായിട്ട് അവർ വളർത്തുന്നതാണ് കേട്ടോ. അടിയിൽ നെറ്റൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അത് കാണുന്നത് അവിടെ. ഞങ്ങളും അത് കുറേ നേരമൊക്കെ അവിടെ നിന്ന് കണ്ടവർ പിടിക്കുന്നത്. അത് അവർ എക്സ്പേർട്ടാണ് കേട്ടോ. ഒറ്റ കൊത്തിന് അവർ പിടിച്ചെടുക്കുകയാണ്. ഇതാണ് മീൻ, ഇത്രയേ ഉള്ളൂ മീൻ. മീനെ പൊക്കി കാണിച്ചാണ്. പിടിച്ചോ കിട്ടി എടുത്തോ. കഷ്ടപ്പെട്ട് പിടിച്ചതാണ്, എടുത്തോ. അത് ഭയങ്കര മുള്ളാണ്. ചാടി കളയോ? ഇതിപ്പോ ചാടി പോകൂലേ? അവരത് ചാടി പോവാതിരിക്കാനായിട്ട് ഇല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനടിയിൽ തന്നെ കിടന്നോളൂ എന്നാണ് അവർ പറയുന്നത്. എന്താ ഐഡിയാസ് അല്ലേ. അവരൊക്കെ ചൂണ്ടയിടുന്ന കണ്ടപ്പോൾ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾക്ക് ഒരാഗ്രഹം, അങ്ങനെ അവരും ഒന്ന് ചൂണ്ടയിട്ടു, പക്ഷെ ഒന്നും കൊളുത്തിയില്ല. അവർ മീൻ പിടിക്കുന്നതിൻ്റെ ആ ഒരു താഴെ ഭാഗത്തോട്ട് കൃഷി ചെയ്യാനായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന വയലാണ് കേട്ടോ, പാടങ്ങളാണിത്. അങ്ങനെ നമ്മൾ അവിടെ വരെ പോയുള്ളായിരുന്നു. അവിടെ നിന്ന് നേരെ തിരിച്ച് വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു പാലം കണ്ടത്. അപ്പം ഇങ്ങനെ അവിടെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഹായ് പറ. ഹലോ. കരിയൊക്കെ എഴുതിയിട്ടുണ്ടാടാ. വാലാട്ടുന്നു. അണ്ണനെ കണ്ടിട്ടാണ് വാലാട്ടിയെന്ന്. എങ്കി വല്ല വിഗങ്ങനെ വെച്ചോണ്ടോ ഒന്നും ഇവിടെ ആയിരുന്നു അണ്ണന്. നമ്മുടെ നവദമ്പതിമാരിങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അണ്ണൻ പറയുന്നത് അണ്ണൻ്റെ കഷണ്ടിയും നരയും കാണാത്ത രീതിയിൽ ഫോട്ടോ എടുക്കണമെന്ന്. അപ്പൊ ഇതാണ് കേട്ടോ ഈ ബാക്കിലുള്ള ആ ഒരു സൂപ്പറാണ്. ആ ഒരു സന്ധ്യ കാഴ്ചയാണ്. നിനക്ക് ഉറക്കം വരുന്നുണ്ടോടാ? ഓ ഇതേം വിട്ടില്ല. നല്ല രസമുണ്ടോ? അങ്ങനെ നമ്മൾ ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബോട്ടിലെത്തി. കുട്ടികളുള്ളതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അവർ നൂഡിൽസൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂടോടുകൂടി അവർ കഴിക്കുകയാണ്. അമ്പാടി ഇത് കറക്കി എടുത്തൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. എന്തായാലും അവർക്ക് ആ ഒരു സന്ധ്യാസമയത്ത് ഒരു വിശപ്പങ്ങ് മാറി കിട്ടി. പിള്ളേർക്കൊക്കെ ഇതൊക്കെയാണല്ലോ ഇഷ്ടം. അങ്ങനെ അവർ നൂഡിൽസൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡാൻസൊക്കെ തുടങ്ങി. കന്നിൻ പൊന്നിൻ പാവയവൾ അതൊക്കെയാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യുന്നത്. നടക്കുന്നുണ്ട്. പിന്നെ ഈ ഗ്ലാസ്സിൽ നിറച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും പോലെ കള്ള് തന്നെയാണ് കേട്ടോ. കള്ളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാം കുടിച്ചിട്ടൊക്കെ കിറങ്ങി നടക്കുന്ന ആ തരത്തിലുള്ളതല്ല. നമ്മൾ കള്ളപ്പൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു കള്ളാണേ. ഇതൊരു മത്സരമായിട്ട് എടുക്കരുത് കേട്ടല്ലേ. 2 രൂപയുള്ള മോശമായിപ്പോയി. 2 രൂപയുള്ളായിരുന്ന തീരുന്നില്ല എന്ന് കുടിച്ചിട്ട്. നമ്മള് പിടിച്ച മീനാണ്. നമ്മളെല്ലാവരും ഇവരീ നിക്കുന്നവർ പിടിച്ച മീനാണ്. കൊള്ളാമോ? എങ്ങനെ ഉണ്ടാക്കാറ്? കളഞ്ഞി ഒരു കൊള്ളാമോ? കഷ്ടപ്പെട്ട് പിടിച്ചത് എന്തായാലും വെറുതെ ആയില്ല കേട്ടോ. അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അവർ വൃത്തിയാക്കി പൊരിച്ചൊക്കെ തരുമെന്ന് വിചാരിച്ചതല്ല, എന്നാലും അവരൊരു സമയമായപ്പോഴത്തേക്ക് അതെല്ലാം ഫ്രൈ ആക്കി കൊണ്ട് തന്നു. അങ്ങനെ നമ്മൾ 3 പോലും ബാക്കി വയ്ക്കാതെ തിന്നെന്ന് വേണമെങ്കിൽ പറയാം.
അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം എത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ചോറുണ്ടായിരുന്നു, ചോറ് വേണമെന്ന് പറഞ്ഞവർക്ക് ചോറുണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തി, പിന്നെ ഡാല് കറി, ചിക്കൻ കറി, പിന്നെ ചോറിന് കൂട്ടാനായിട്ട് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക നമ്മളെല്ലാവരും എടുത്തായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അവർ ഫുഡെന്ന് പറഞ്ഞാൽ അവർ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയായിരുന്നു, നമുക്ക് എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയായിരുന്നു. ഇത് കണ്ടില്ലേ, ജനലിൻ്റെ പുറത്ത് നിറച്ച് കൊതുകുകളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ തീരുകയാണ്. അടുത്ത ദിവസം കുറച്ച് ടാസ്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. എന്തായാലും 20 മിനിറ്റ് ആയി ഇത് തന്നെ, അതും കൂടി ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.